പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. പൗർണമിയാണെങ്കിൽ പേടിച്ചുറക്കം നിലവിളിച്ചു. അവളുടെ നെറ്റി ശക്തിയിൽ ഡോറിലേക്ക് പോയി ഇടിച്ചിരുന്നു. ഭാഗ്യത്തിന് മറ്റൊന്നും പറ്റിയില്ല. ഏത് നായിൻ്റെ മോനാണോ അത്? അവന് ഞാൻ ഇന്ന് പല്ലിറുമ്മിക്കൊണ്ട് അലോഷി ആ സഫാരിയുടെ പിന്നാലെ അവൻ്റെ വണ്ടി വേഗത്തിൽ ഓടിച്ചുപോയി. ഇച്ചായ വേണ്ടെന്നേ, ഒന്നും പറ്റിയില്ലല്ലോ. പൗർണമി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അലോഷി അത് ശ്രദ്ധിച്ചത് പോലുമില്ല. ഹൈ സ്പീഡിൽ അവൻ വണ്ടി പായിച്ചു. ഇച്ചായ വേണ്ട, ഏതെങ്കിലും കുടിയന്മാരാവും, അതാണ് അവരിങ്ങനെ കാണിച്ചത്. അവൾ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു. അതിനെന്നാ, ഏതവനാണെന്ന് എനിക്കറിയണം, അല്ലാതെ അവരെ ഞാനിന്ന് വിടില്ല. 4-5 ചെറുപ്പക്കാരായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത്. അലോഷി ആ സഫാരിയെ ഓവർടേക്ക് ചെയ്ത് അവൻ്റെ ബെൻസ് ക്രോസ് ചെയ്തുകൊണ്ടുവന്ന് റോഡിലിട്ടു. ഇച്ചായ വേണ്ടെന്നേ, ഞാൻ പറയുന്നതൊന്ന് കേട്ടേ, പ്ലീസ് ഇച്ചായ. പൗർണമി അവനോട് പിന്നെയും കെഞ്ചി. പക്ഷേ അലോഷി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. നീ ഇവിടെ ഇരുന്നോണം, യാതൊരു കാരണവശാലും ഇറങ്ങി വന്നേക്കരുത് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ചാടി ഇറങ്ങി. വായുകുളിയേക്ക് പോകുന്നത് മറ്റൊരുത്തിൻ്റെ വണ്ടിയിൽ തട്ടിയാണോടാ പുല്ലേ നീയൊക്കെ? അലോഷി വരുന്നത് കണ്ടതും അവന്മാരും ചാടി ഇറങ്ങി. പിള്ളേര് സെറ്റായിരുന്നു. എന്നാടാ, നീ പേടിപ്പിക്കുവാണോ? അതിലൊരുവൻ മുന്നോട്ട് വന്നിട്ട് അലോഷിയുടെ കോളറിൽ കയറി പിടിച്ചു. കൈയെടുക്കടാ. അവനെ നോക്കി അലോഷി അലറി. ഓ, ചേട്ടൻ ഭയങ്കര ചൂടിലാണല്ലോടാ സബാനെ. കൂടെ നിന്ന് ഒരുവനെ നോക്കിയാണ് അലോഷിയുടെ കോളറിൽ പിടിച്ചവൻ പറയുന്നത്. അതേടാ, നമ്മളൊക്കെ പേടിച്ചു കേട്ടോ, ദേ എന്നെ വിറയ്ക്കുവാടാ. അവന്മാർ അലോഷിയെ നോക്കി ഉറക്കെ ചിരിച്ചു. കൈയെടുക്കടാ പുല്ലേ പറയുകയും അലോഷി തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് നന്നായി ഒന്ന് പിരിച്ചു വിട്ടു. വേദന കൊണ്ടവൻ അലറി നിലവിളിച്ചു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നവന്മാർ എല്ലാവരും ഓടി ഇറങ്ങി വന്ന് അലോഷിയെ വളഞ്ഞു. പിന്നീട് എല്ലാവരും ചേർന്ന് പൊരിഞ്ഞ അടിയായിരുന്നു. അത് കണ്ടതും പൗർണമിക്ക് പേടിയായി. അത്ര നേരം ആ കാറിലിരുന്നവൾ പേടിയോട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അലോഷിയുടെ അടുത്തേക്ക് ഓടി വന്നു. ഇച്ചായ, വാ ഇച്ചായ, നമുക്ക് പോകാം. അവൾ അലോഷിയുടെ തോളിൽ പിടിച്ച് അവനെ പിന്നിലേക്ക് വലിച്ചു. പോയി വണ്ടിയിൽ കയറി പൗമി. അവൻ അലറിയെങ്കിലും അവൾ പിന്മാറാതെ അലോഷിയെ പിടിച്ചു വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആഹാ, ഇങ്ങനൊരു ചരക്കുണ്ടായിരുന്നോ? എന്നിട്ടാണോടാ നീ ഞങ്ങളോട് ഉണ്ടാക്കാൻ ഇറങ്ങി വന്നത്? എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി സെറ്റാക്കി പറഞ്ഞു വിട്, അല്ലെങ്കിലേ നീ ഞങ്ങളുടെ കൂടെ പോരുവച്ചേ. ചോദിച്ചതിനൊപ്പം ഒരുവൻ പൗർണമിയുടെ കയ്യിൽ കയറിയൊന്ന് പിടിച്ചു. അവളെ വിടടാ. അലോഷിയുടെ ശബ്ദം അവിടെ മാകം മുഴങ്ങി. ഡാ പുല്ലേ. പാഞ്ഞു വന്നിട്ട് അലോഷി അവൻ്റെ കരണം പുകച്ചു. എന്നിട്ട് കാലുയർത്തി അവൻ്റെ അടിവയറ്റിലേക്ക് ഒന്ന് കൊടുത്തു. ഇക്കുറി പൗർണമിയും ശരിക്കും പേടിച്ചുപോയി. പിടിവലിക്കില്ലേ, അവളുടെ ടോപ്പിൻ്റെ ഒരു വശം കീറിയിരുന്നു. ഇച്ചായ. അവൾ അലോഷിയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. അപ്പോഴേക്കും പോലീസ് എത്തി. ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരായിരുന്നു അത്. ആരൊക്കെയോ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പോലീസ് വന്ന് രംഗം ശാന്തമാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ കേസ് വേണമെന്ന് പറഞ്ഞ് അലോഷി തൻ്റെ വണ്ടിയുമെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയി. ഇച്ചായ, എനിക്ക് പേടിയാവുന്നു, നമുക്ക് തിരിച്ചു പോകാം പ്ലീസ്. നിന്നോടാരടി പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്? എന്നിട്ടല്ലേ അവന്മാരോരോന്ന് വിളിച്ചു കൂവിയത്? അലോഷി ദേഷ്യപ്പെട്ടതും പൗമി പിന്നീട് ഒന്നും മിണ്ടാതെ ഇരുന്നു. ഷോളെടുത്ത് ഇരു ചുമലിലും വട്ടത്തിൽ ചുറ്റിയിരിക്കുകയാണവൾ. ഇനി ഈ കോലത്തിൽ എങ്ങനെയാ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നത്? അവിടെ ആളുകളൊക്കെ ഇല്ലേ ഇച്ചായ? നീ ഇറങ്ങണ്ട, നിന്റെ പേര് കേസുമില്ല. ഇത് ഞാനും അവന്മാരും തമ്മിലുള്ള ഇടപാടാണ് പൗമി. അലോഷി കടുപ്പത്തിൽ പറഞ്ഞു. ഇച്ചായ പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. കാല് പിടിക്കാം ഇച്ചായ, എനിക്ക് പേടിയാവുക. അവൾ കരയാൻ തുടങ്ങിയതും അലോഷിയുടെ ദേഷ്യം അല്പം ഒന്ന് കുറഞ്ഞു. സ്റ്റേഷനിലൊക്കെ പോയിട്ട് എന്തേലും പ്രശ്നമുണ്ടായി ഇനി എൻ്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അതോടെ തീരും ഞാൻ, ഉറപ്പാ. അവൻ്റെ വാക്കുകൾ ഭീഷണിക്ക് വഴിമാറിയത് പെട്ടെന്നായിരുന്നു. അലോഷിയും ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്, ഇനി കേസായാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരുന്നു. തനിക്ക് വിഷയമൊന്നുമില്ല, പക്ഷേ പൗമിക്ക് ഇത് കാരണം എന്തേലും കുഴപ്പമുണ്ടാകുമോ എന്ന് അവന് പേടി തോന്നി.
അതുകൊണ്ട് അവൻ കുറച്ചു മുന്നേ അലൂഷയോട് സംസാരിച്ച പോലീസിനെ വിളിച്ച് കേസില്ലെന്നറിയിച്ചു. അത് കേട്ടപ്പോഴായിരുന്നു പൗമിക്കും സമാധാനമായത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ, അല്ലായിരുന്നെങ്കിൽ അവന്മാരെ കൊണ്ട് എൻ്റെ വണ്ടിക്ക് ചിലവായ പണം ഞാൻ മേടിച്ചെടുത്തേനെ. കരഞ്ഞ് നിലവിളിച്ച് കാണിച്ചാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ. അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവളോടായി പറഞ്ഞു. പക്ഷേ പൗമിക്ക് വല്ലാത്ത ഭയമായിരുന്നു. അരുതാത്തതെന്തോ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അവളുടെ മനസ്സിൽ ആരോ മന്ത്രിച്ചു. ഇനി ഒരുപാട് ദൂരമുണ്ട്. നിനക്ക് ഈ വേഷമൊക്കെ മാറ്റണ്ടേ പൗമി? വേണ്ട, കുഴപ്പമില്ല, ഇത് മതി. ഇനി ഒരിടത്തേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടി? ഫുഡൊക്കെ കഴിക്കണ്ടേ നമുക്ക്? എനിക്ക് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിപ്പെട്ടാൽ മതി. അവൾ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു. ഇച്ഛായനില്ലടി കൊച്ചേ, പിന്നെന്തിനാ ഇത്രയ്ക്ക് പേടി? അപ്പോഴാണ് പപ്പ അലൂഷയെ വിളിച്ചത്. ആ പപ്പ. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. എടാ മോനെ, ഇതെന്തൊക്കെയാ ഞാനീ കാണുന്നത്? നിങ്ങൾ എവിടെ ഇപ്പോൾ? അയാളുടെ ചോദ്യം കേട്ടതും അലൂഷയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ പപ്പ? എടാ, നീ ആ വാട്സപ്പ് ഒന്ന് ഓണാക്കി നോക്കിക്കേ. ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാരെങ്ങാനും കണ്ടാൽ. പോള് പറയുന്ന കേട്ടതും പൗർണമിയെ വിറച്ചു. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അലൂഷി വാട്സപ്പ് ഓൺ ചെയ്തു. തരിച്ചിരുന്നു പോയി രണ്ടാളും. അലൂഷിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടുറോഡിൽ നിൽക്കുന്ന പൗമിയുടെ ചിത്രം. അവളുടെ ഡ്രസ്സൊക്കെ തുന്നൽ വിട്ട് കിടക്കുന്നു. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന അശ്ലീലത നിറഞ്ഞ കമൻറ്റുകൾ എല്ലാം കൂടി കണ്ടതും പൗർണമി വീണ്ടും വാ വിട്ട് കരഞ്ഞു, ഉറക്കെ. അലൂഷിയും ഞെട്ടി വിറച്ചിരിക്കുകയാണ്. ഈശ്വര, ഇനി എന്തൊക്കെയാവും നടക്കുന്നത്? എൻ്റെ വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ ഞാൻ എന്തു പറയും അവരോടൊക്കെ? അവൾ വാവിട്ട് നിലവിളിച്ചു. അപ്പോഴേക്കും പൗർണമിയുടെ അച്ഛൻ അവളെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞു. ദേ അച്ഛൻ വിളിക്കുന്നു. ദേ കൃഷ്ണ, ഞാൻ എന്തു പറയും അവരോടൊക്കെ? ഇച്ചായ, എനിക്ക് പേടിയാവുന്നു. അവൾ അലൂഷയുടെ ഇടങ്കയിൽ പിടിച്ചു കുലുക്കി. അവനും സത്യത്തിലൊരു മറുപടി പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഫോൺ നിർത്താതെ റിങ്ങിയുകയാണ്. പൗർണമി അലൂഷയെ നോക്കി വീണ്ടും കരഞ്ഞു. പേടിക്കാതെ, താൻ ഫോൺ എടുക്ക് പൗമി. ഇച്ചായ, ഞാൻ ബാംഗ്ലൂരാണെന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? ഒക്കെ കളവാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. എൻ്റെ അച്ഛനോട് ഇന്ന് വരെ ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഏത് നശിച്ച നേരത്താണോ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? അവൾ വീണ്ടും കരഞ്ഞു. താൻ ഫോൺ എടുത്ത് സംസാരിക്കുക, ഇല്ലെങ്കിൽ അവർക്ക് ടെൻഷനാവും. നടന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കു പൗമി. ആലോഷി പിന്നെയും അവളെ നിർബന്ധിച്ചു. ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി പൗർണമി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ. പൗർണമി, മോളെ നീ എവിടെയാ? നിനക്ക് എന്തു പറ്റി മോളെ? ഇപ്പോൾ രാഹുലും വിഷ്ണുവും കൂടി ഫോണിലൊരു ഫോട്ടോ കാണിച്ചു മോളെ. അത് നീയാണോ? ബാബുരാജ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് അരികിലിരുന്ന് അലൂഷയും കേട്ടു. അച്ഛാ. അവൾക്കൊന്നും പറയാൻ പോലും കഴിയുന്നില്ല. ഉറക്കെ കരയുകയാണ് പൗമി. മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറയൂ, അച്ഛന് പേടിയാവുന്നു. എൻ്റെ കുഞ്ഞെവിടെയായിപ്പോൾ? അവൾ കരഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ നടന്ന കാര്യങ്ങൾ മുഴുവനും അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ ഇതൊക്കെ മറച്ചു വെച്ചത്? അച്ഛൻ അത്രയ്ക്ക് അന്യായോ നിനക്ക്? അതുകൊണ്ടൊന്നും അല്ലച്ചാ. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും എന്നോട് പറഞ്ഞില്ലേ? ആലോഷിച്ചതിനോടൊപ്പം ഞാൻ തനിച്ചു വന്നെന്നറിഞ്ഞാൽ വല്യമ്മയൊക്കെ വേറെന്തെങ്കിലും പറഞ്ഞാലോന്നോർത്തു. അതാ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. സോറി അച്ഛ. അവൾ വീണ്ടും കരഞ്ഞു. എന്നാലും എൻ്റെ മോളെ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ. എല്ലാവരും കണ്ടു കാണും. ഇനി എൻ്റെ മോളുടെ ഭാവി. ഈശ്വര, യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ. അയാളും മകളോട് പറഞ്ഞു കരഞ്ഞു. എനിക്കൊന്നും അറിയില്ല. കാത്തുവിന് വയ്യാണ്ടായതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഓർത്തില്ല. എനിക്ക് പേടിയാവുക. ആളുകളൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും? അപ്പോഴേക്കും പൗർണമിയുടെ ഫോണിൽ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. അച്ഛൻ ഉടനെ അങ്ങോട്ട് വരാം. ജോലിയും വേണ്ട, ഒന്നും വേണ്ട. മോള് തിരിച്ചു പോരെ. ഇനി അവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ നിന്നാൽ ഇനി ശരിയാവില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഞാൻ പുറപ്പെടും.
അയാൾ പറഞ്ഞത് കേട്ടതും ഇക്കുറി അലോഷി ഒന്നും ഞെട്ടി. അവൻ മുഖം തിരിച്ചു നോക്കിയപ്പോൾ പൗർണമി അച്ഛനോട് എന്താണ് പറയേണ്ടതെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. മോളെ, ആ കമ്പനി ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. മോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോരെ. അവിടെ തുടരും തോറും നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവും മോളെ. അല്ലെങ്കിലും 2 ദിവസമായിട്ട് അച്ഛനാകെ മനപ്രയാസമായിരുന്നു. ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുകയായിരുന്നു. വല്യച്ഛന് വയ്യാണ്ട് വന്നപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ആവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ മോൾക്ക്. അയാളുടെ വാക്കുകൾ ഇടറി. അച്ഛാ, അമ്മ കൂടെയുണ്ടോ? ഇല്ല മോളെ, അവൾ കാലത്തെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ ബസ്സിലാവും. പാവം ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അമ്മയോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഇന്നേ വരെ അച്ഛൻ്റെ മോള് ചെയ്തിട്ടില്ല. എൻ്റെ പൗമിയെ എനിക്ക് വിശ്വാസമാണ്. മോള് കരയണ്ട. അച്ഛനൊരു വണ്ടി അറേഞ്ച് ചെയ്യട്ടെ. എന്നിട്ട് അങ്ങോട്ട് പോരുവാ കേട്ടോ. മോള് ഫോൺ വെച്ചോളൂ. കോൾ മുറിഞ്ഞതും പൗമി അതെടുത്ത് സൈലൻറ്റ് മോഡിലിട്ടു. വഴിയോരം ചേർന്ന് അനൂഷി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പൗർണമിയെ അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കേട്ടതും അവനും ഹൃദയം വിങ്ങിപ്പൊട്ടി. പൗമി, നീ എന്നെ വിട്ട് പോകുമോടി കൊച്ചെ? അവൻ്റെ വാക്കുകളിൽ നിരാശ കലർന്നിരുന്നു. പൗർണമി നോക്കിയതും അലോഷിയുടെ മിഴികൾ ഈറനണിഞ്ഞു. അച്ഛൻ പറയുന്നത് അനുസരിക്കണ്ടേ അല്ലേ പൗമി? ആൾക്കറിയില്ലല്ലോ എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്നുള്ളത്. അവൻ പിന്നെയും പറയുകയാണ്. എനിക്കറിയാം നിനക്കൊന്നും മേലാത്ത അവസ്ഥയാണെന്ന്. സാരമില്ല. ഇനി ഞാനിങ്ങനെ പറഞ്ഞുല്ലോ, എൻ്റെ പപ്പയും മമ്മിയും ഇന്നലെ ഓരോന്ന് സംസാരിച്ചുല്ലോ എന്നൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ ആ സെൻസിലെടുത്താൽ മതി. അവളുടെ വലങ്കയിൽ മെല്ലെയൊന്ന് തട്ടിയ ശേഷം അലോഷി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ പറയാനടി കൊച്ചേ, എല്ലാം എൻ്റെ കഷ്ടകാലം. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇറങ്ങില്ലായിരുന്നു. നീ പറഞ്ഞതുമാ കേട്ടില്ലല്ലോ. അതിൻ്റെയാ ഇപ്പം നീ വരെ എന്നെ വിട്ടുപോകേണ്ട അവസ്ഥ എത്തിച്ചു. അവൻ ഒരുപാട് സംസാരിച്ചു. പക്ഷെ പൗർണമി ഒരു അക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല. പൗമിക്കൊച്ചേ, അച്ഛനോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകും മുന്നേ ഒരു കാര്യം എന്നോട് സത്യസന്ധമായി നീ പറയണം. അലോഷി പറഞ്ഞത് കേട്ട് പൗർണമി അവനെ ഉറ്റുനോക്കി. നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇച്ചായനോട് ഒരല്പമെങ്കിലും ഇഷ്ടം തോന്നിയിരുന്നോടി? തുടരും.